ഒരു രൂപ പോലും മുടക്കാതെ നമുക്കൊരു അടിപൊളി ജീപ്പ് കോമ്പസ് ഒരു അമേരിക്കൻ ബ്രാൻഡ് വണ്ടി നമുക്ക് സ്വന്തമാക്കാം അല്ലെ. ടീന നമുക്ക് റയർ വണ്ടിയാണ്, നിസാന്റെ റയർ വണ്ടിയാണ് അല്ലെ. അതെ അതെ. 19 രൂപ വണ്ടികൾ നമ്മൾ ചോദിക്കുന്നത് 45 രൂപ, 340. ഏകദേശം 19 രൂപ വണ്ടി ഉണ്ട് ഇറക്കാം. കാര്യങ്ങളൊന്നുമില്ല, നല്ല വണ്ടിയാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു പുതിയ വണ്ടിന്റെ ആ ഒരു ഫീൽ എന്തായാലും അതെ ഉള്ളൊരു വണ്ടിയാണ്. 65,000 കിലോമീറ്റർ എക്സം ആണ്, ഫസ്റ്റ് ഓണർ ആണ് വരുന്നത്. ടാറ്റ ടിയാഗോ ഡീസൽ കേട്ടോ, ഡീസലാണ്. ഡീസൽ നല്ല മൈലേജ് ഏകദേശം ഇത് നമുക്കൊരു 50 രൂപ 60 രൂപ ഒക്കെ ചെയ്യാം. സുഖമായിട്ട് കണ്ടിരിക്കാം. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല ഒന്നുമില്ല. 2021 ആണ്, 70,000 കിലോമീറ്റർ ഫസ്റ്റ് ഓണർ ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ഓട്ടോമാറ്റിക് ആണ് സ്പെഷ്യാലിറ്റി. അതും 10-50 രൂപ വണ്ടിയിലൊക്കെ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പറ്റില്ല. അടുത്തൊരു കിഡ്ലം വാഹനമാണ്, നമുക്ക് നല്ല സ്പേഷ്യസ് ആയ ഒരു വാഹനം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 50 രൂപ വണ്ടിക്ക് ഇറക്കാം. 50 രൂപ വണ്ടി സുഖമായിട്ട് വണ്ടി ഇറക്കാം. 40-50 രൂപ വണ്ടി സുഖമായിട്ട് വണ്ടി ഇറക്കാം. 75 രൂപ വണ്ടി സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഡിയർ ഫ്രണ്ട്സ്, സെമി ബഡ്ജറ്റ് വാഹനങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരു കിഡ്ലൻ കളക്ഷൻ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. പോളോ വരുന്നുണ്ട്, ജാസ് വരുന്നുണ്ട്, സ്വിഫ്റ്റുകള്, i20, ഇഗ്നിസ്, വാഗ്നർ ഒക്കെ ഉള്ള ഒരു ചെറുവാഹനങ്ങൾ നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ MKL-ലാണ്. അപ്പൊ നമ്മള് ഏകദേശം 1.5 മാസമായി നമ്മൾ ഇവിടെ വന്നിട്ട്. അതേപോലെ തന്നെ നമുക്ക് ഇനി വിന്നോവകളാകട്ടെ, ഫോർച്യൂണറുകളൊക്കെ നമ്മൾ ഡൽഹി പ്രൈസിന് വാഹനങ്ങളൊക്കെ വേണമെങ്കിൽ നല്ല അടിപൊളി കളക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. MKL-ലാണ്. ഫൈസൽക്ക, നമ്മുടെ ഈ MKL-ക്ക് എങ്ങനെ എത്തിച്ചേരാം? ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങള് വെള്ളമ്പുറത്ത് വരിക. അതായത് വെള്ളമ്പുറം എന്ന് പറയുമല്ലോ, ജംഗ്ഷൻ ആണ്. നമ്മളെ കോഴിക്കോട്, മഞ്ചേരി, മലപ്പുറം ജംഗ്ഷൻ ആണ്. അവിടുന്ന് ജസ്റ്റ് മലപ്പുറം റോഡിന് ഒരു എത്ര മീറ്റർ ഉണ്ടാവും? ഏകദേശം ഒരു 10-100 ജസ്റ്റ് നമ്മളെ ജംഗ്ഷൻ നോക്കിയാൽ കാണുന്ന സ്ഥലമുള്ളൂ, അത്ര ദൂരം. അപ്പൊ നമുക്ക് പിന്നെ നമുക്ക് മാക്സിമം ലോൺ ഒക്കെ ചെയ്തുകൂടാ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും മാക്സിമം എന്ന് പറഞ്ഞാൽ നമുക്ക് 80%, 90% ലോൺ ചെയ്യാം. നമുക്ക് ആദ്യം ഒരു ഡീസൽ സ്വിഫ്റ്റ് ആയിക്കോട്ടെ അല്ല. പൊതുവെ ഇത് മെയിൻ്റെനൻസ് വളരെ കുറവാണ്, നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഏതാണ് ഓപ്ഷൻ? VDI ആണ്. 2014 ആണ് വണ്ടി. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ ആണ് വണ്ടി. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നീറ്റാണ്, നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. AC പോസ്റ്ററിംഗ്, 4 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു 18 മൈലേജ് എന്തായാലും കിട്ടൂല? 18 എന്തായാലും തീർച്ചയായിട്ടും കിട്ടും, എന്തായാലും കിട്ടൂല. ഓൺഷിപ്പ് സിംഗിളും ആണ്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 135 ഓടിയാണ്. സർവീസ് കഴിഞ്ഞല്ല? സർവീസ് കഴിഞ്ഞ. നമ്മൾ എത്രയാണ് ഇതിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 435. 435 അല്ലെ. ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഏകദേശം ഒരു 375 ആ ലെവലൊക്കെ ചെയ്യാം. 75 രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഇഗ്നിസ് അല്ലെ. ഇഗ്നിസ് പെട്രോൾ ആണ്? പെട്രോൾ ആണ്. 2018 വണ്ടിയാണ്. 75,000 കിലോമീറ്റർ ഓടിന്. സിഗ്മ ഓപ്ഷൻ ആണ്, ഫസ്റ്റ് ഓണർ ആട്ടോ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി അല്ലേ? അതെ. പിന്നെ ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ അല്ല? എങ്ങനെ? സർവീസസ് ഉള്ള വണ്ടിയാണ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഇതിനൊക്കെ നല്ല നീറ്റ് ആണ്. നമ്മൾ എത്ര ചോദിക്കുന്നത് ഇതിന്? ഇതും ഏകദേശം 460 ആ ലെവല്. ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലെ. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഇതിന്? ലോൺ 80%. ഏകദേശം ഒരു 4 രൂപ അബവ് കിട്ടും. 4ന്റെ പുറത്ത് കിട്ടൂല. ഒരു 40-50 രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഇതിന് മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? 17-18 എന്തായാലും പ്രതീക്ഷിക്കാം. അടുത്താണ് ബെലിനോ അല്ലെ. ബെലിനോ നല്ല പിന്നെ ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 ആണ് വണ്ടി. 128 ഓടിയിട്ടുണ്ട്. ഡെൽറ്റ ഓപ്ഷൻ ആണ്, ഫസ്റ്റ് ഓണർ ആട്ടോ വണ്ടി എടുക്കുന്നത്. സിംഗിൾ ഓണർ ആണല്ലേ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് 50 രൂപ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്. കാരണം വെച്ചാൽ മഫ്ലർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് വണ്ടി. ഓടിക്കാൻ പെട്രോൾ ആണോ? പെട്രോൾ ആണ്. അല്ലേ. ഈ 17-18 മൈലേജ് പ്രതീക്ഷിക്കൂടെ? ഉണ്ട്. എന്തായാലും കിട്ടും. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു ഇത് ചോദിക്കുന്നത്? നമ്മള് ആസ്കിംഗ് പ്രൈസ് അല്ല, നമുക്ക് ലാസ്റ്റ് വിലയാണ് വരുന്നത്. ഏകദേശം 595. 595. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 50 രൂപ ഇറക്കാം. 50 രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം. അടുത്ത ഒരു കിഡ്ലൻ സ്വിഫ്റ്റ് വരുന്നുണ്ട്. ബ്ലൂ കളറാണ് വരുന്നത്. നമ്മുടെ ഡിമാൻഡ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇറങ്ങിയ ഒരു ഡിമാൻഡുള്ള കളറാണ് അല്ലേ. അതെ. ഇത് 2021 ആട്ടോ വരുന്നത്. സ്പെഷ്യാലിറ്റി ഓട്ടോമാറ്റിക് ആണ്. VXI ഫസ്റ്റ് ഓണർ ആണ് വണ്ടി. ഓക്കെ. അല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സിംഗിൾ ഓണർ വണ്ടി അല്ലേ. അതെ. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമ്മള് 690. 690 അല്ലേ. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി എടുക്കാൻ പറ്റും? ഏകദേശം ഇത് നമുക്കൊരു 50 രൂപ 60 രൂപ ഒക്കെ ചെയ്യാം. ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടിയെടുക്കാം. ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അല്ലേ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഒന്നുമില്ല. 2021 ആണ്. 70,000 കിലോമീറ്റർ ഫസ്റ്റ് ഓണർ ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഓട്ടോമാറ്റിക് ആണ് സ്പെഷ്യാലിറ്റി. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പിന്നെ 16-17 മൈലേജ് പ്രതീക്ഷിച്ചു എന്തായാലും ഉണ്ടാവും. 16-17 ഉണ്ടാവും. അടുത്താണ് ഒരു വാഗ്നറിന്റെ സ്റ്റിംഗ്ര എന്ന് പറഞ്ഞ സ്പെഷ്യൽ എഡിഷൻ അല്ലേ.
2014 കേട്ടോ വണ്ടി. ഏറ്റവും ഫുൾ ലോഡ് കിലോമീറ്റർ അലോയി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സെക്കൻഡ് ഓണർ വണ്ടി അല്ലേ? അതെ, സെക്കൻഡ് ഓണർ VXI അല്ലേ? ഇതിന്റെ ഫുൾ ലോഡ് അല്ലേ? അതെ, പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഏകദേശം വണ്ടി ഞാൻ പറഞ്ഞേ 95 ഓടിയിട്ടുണ്ട്. മൈലേജ് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം? മൈലേജ് 17-18 ആകും, 16-17 എന്തായാലും പ്രതീക്ഷിക്കാം അല്ലേ? ഇത് പിന്നെ പെട്രോൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി നല്ല നീറ്റ് ആട്ടോ, അതും വേറെ വിഷയം. ഓക്കെ, ഏകദേശം എത്ര വണ്ടി ഇറക്കാൻ പറ്റില്ല? ഇത് 19 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 19 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് അതാണ് 45 രൂപ, 345. അടുത്തൊരു ഗ്രാൻഡ് ആയിട്ടാണ് അല്ലെ? നല്ലൊരു ഫാമിലി കാർ ആണ്. ഇതിന്റെ ഫുൾ ലോഡ് ആണോ? അതെ, 2017 ആട്ടോ, ഓട്ടോമാറ്റിക് ആണ്. അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 50,000 കിലോമീറ്റർ ആണ് ഓടിയത്. 50,000 കിലോമീറ്റർ അല്ലേ? ഫുൾ കമ്പനി സർവീസ് അല്ലേ? സർവീസ് കാര്യങ്ങളൊക്കെ അതെ. ഓക്കെ, ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഒരു 16-17 മൈലേജ് പ്രതീക്ഷിക്കാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ വണ്ടി അല്ലേ? ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആണ്. നല്ല ഇന്റീരിയറിൽ നമുക്ക് റിയറിൽ നമുക്ക് AC വെന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 2017 കേട്ടോ, 2017 ഞാൻ പറഞ്ഞ 50,000 കിലോമീറ്റർ ഓടിയുള്ള സ്പോർട്സ് ആണ്. തേർഡ് ഓണർ ആണ് വണ്ടി വരുന്നത്. എത്ര ചോദ്യം? ഇത് നമ്മൾ 4.25 എന്തെങ്കിലും കുറച്ച് ചെറുതായിട്ട് കൊടുക്കും. ഏകദേശം എത്ര വണ്ടി ഇറങ്ങും? അതും 19 വണ്ടിയിലൊക്കെ നമ്മൾ ലോഞ്ച് ഇറങ്ങാൻ പറ്റില്ല. അടുത്തൊരു കിഡ്ലം വാഹനമാണ്. നമുക്ക് നല്ല സ്പേഷ്യസ് ആയ ഒരു വാഹനം. അതെ, ഡീസൽ ആണോ പെട്രോൾ ആണോ? അത് ഡീസലാണ്. 2016 മോഡലാണ്. 2016 ഡീസൽ അല്ലേ? മൈലേജ് എന്തായാലും ഒരു 22 എന്തായാലും മൈലേജ് പ്രതീക്ഷിക്കാം. ലോങ്ങിൽ അതിലും കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം. അഡീഷണൽ അലോയി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി അല്ലേ? അതെ. ഒന്നും ഇല്ലല്ലോ? ഏറ്റവും ടോപ്പ് അല്ല, V ആണ് വരുന്നത്. അലവില് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വേറെ ചെയ്തതാണ്. നല്ല അടിപൊളി അലവില് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ്. എത്ര ചോദ്യം? ഇത് നമ്മൾ ചോദിക്കുന്നത് 5.5 അല്ലേ? ഓട്ടോ എത്രയായിരുന്നു? ഓട്ടോ 1.20 1.20 അല്ലേ? ഏകദേശം 19 രൂപ വണ്ടി ഇറക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഫോളോ നമ്മൾ ഏകദേശം സോൾഡ് ആണല്ലേ? അടുത്ത് നമുക്ക് ഒരു ഔറ അല്ല, ഉണ്ടായുടെ ഔറ. നമ്മള് ഗ്രാൻഡ് ആയിട്ട് സെയിം എഞ്ചിന് കാര്യങ്ങളൊക്കെ അടിപൊളി വണ്ടിയാണ്. 2020 ആണ് വണ്ടി. നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു സെഡാൻ അല്ലേ? ഒരു ബഡ്ജറ്റ് റേഞ്ച് സെഡാൻ എന്ന് പറയാം അല്ലേ? മൈലേജും കിട്ടൂല അത്യാവശ്യം. ഇന്റീരിയർ ഒക്കെ നല്ല കിടുവാണ്. ഒരു പുതിയ വണ്ടിയുടെ ഒരു ഇന്റീരിയർ അതിന്റെ ഉള്ളിൽ ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിന്റെ ഡാഷ്ബോർഡ് കണ്ടില്ല, അടിപൊളിയാണ്. നല്ല കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2020 ആണ്. 65 കിലോമീറ്റർ പോയിട്ടുള്ളൂ. SXO ഓപ്ഷൻ വരുന്നത്. ഫസ്റ്റ് ഓണർ ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു പുതിയ വണ്ടിന്റെ ആ ഒരു ഫീൽ എന്തായാലും അതെ, ഉള്ളൊരു വണ്ടിയാണ്. എത്ര നമ്മളെ ചോദ്യം? ഇത് നമ്മൾ 6.5 രൂപ. നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കും. നിങ്ങൾ പറഞ്ഞാൽ ഇത് നമുക്കൊരു 19 രൂപ 60 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലോൺ ചെയ്യും. I20 ഒക്കെ ഓടിക്കണ ആ ഒരു ഫീൽ നമ്മൾ ചെയ്യാൻ പറ്റില്ല. ഇതിൽ നമുക്ക് ഇടയിലൊരു പ്രീമിയം വണ്ടിയിലേക്ക് പോവാണ്. ഒരു SUV നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് ജീപ്പിന്റെ കോമ്പസ്. അത് ഡുവൽ ടൂൺ റെഡ് ആൻഡ് ബ്ലാക്കിൽ അല്ലെ? കിടിലൻ വണ്ടിയാണ്. പക്ക ഓഫ് റോഡർ എന്നൊക്കെ പറയാം. 2 വീലോ അതോ 4 വീലോ? ഇത് 2 വീൽ SK7 എറണാകുളം രജിസ്ട്രേഷൻ. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2018 ആട്ടോ. 2018 ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, അങ്ങനത്തെ കാര്യങ്ങൾ മേജർ ആയിട്ടില്ല. ചെറിയ ഒരു ക്ലെയിം ചെയ്തിട്ടുണ്ട് കമ്പനിയിൽ നിന്ന്. ലിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലോ? എങ്ങനെ ചോദ്യം എങ്ങനെയായിരുന്നു? 11 ലക്ഷം രൂപ. 11 ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഏകദേശം മാക്സിമം ചെയ്യാവുന്നതാ തോന്നുന്നു. നല്ല ട്രാക്ക് ഫുൾ ഓൺ തന്നെ വണ്ടി. അപ്പൊ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു രൂപ പോലും മുടക്കാതെ നമുക്കൊരു അടിപൊളി ജീപ്പ് കോമ്പസ്, ഒരു അമേരിക്കൻ ബ്രാൻഡ് വണ്ടി നമുക്ക് സ്വന്തമാക്കാം അല്ലെ? ഫുൾ ഓണിലല്ല. അടുത്ത തവണ നമുക്ക് ടീന നമുക്ക് നിസാന്റെ റയർ വണ്ടിയാണ് അല്ലേ? ഇമ്പോർട്ടർ ആണോ? ഇവിടെ തന്നെ എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് ഗോവ രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത്. ഇത് പനോരമിക് സൺറൂഫ് ഒക്കെ വരുന്നുണ്ട്. 2011 ആണ് വണ്ടി വരുന്നത്. നമ്പർ ആയിട്ടില്ല. വിത്ത് NOC നമ്മളെ കയ്യിൽ കിടക്കുന്ന വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ ഏകദേശം 80 പോയിട്ടുള്ള ആകെ. ഡീസൽ അല്ല, പെട്രോൾ ആണ് അല്ലെ? ഒരു പ്രീമിയം കാറ്റഗറി വെഹിക്കിൾ ആണ്. അതെ. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? നമ്മൾ ചോദിക്കുന്ന ഈ വിത്ത് NOC 4.5 അല്ലെ? താഴെ കൊടുക്കൂട്ടോ. ഓക്കെ, അപ്പൊ അതായത് നമുക്ക് നല്ല സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നത് ഏറ്റവും ഓട്ടോമാറ്റിക് വാഹനമാണ് അല്ലെ? അതെ. ഒരു പ്രീമിയം വെഹിക്കിൾ നമുക്ക് 4.5 ചോദിക്കുന്നുണ്ട്. താഴെ നമ്മൾ തരും. വിത്ത് NOC അതിലൊക്കെ മാക്സിമം താഴെ കൊടുക്കാം. ഓക്കെ, അടുത്ത തവണ വീണ്ടും നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു വാഹനമാണ് സിറ്റി. അതിന്റെ 4th gen അല്ലേ? അതെ. KL11 രജിസ്ട്രേഷൻ. കേരള വണ്ടി തന്നെ അല്ലേ? അതെ, കേരള വണ്ടി 2018 വണ്ടിയാണ്.
ഏകദേശം ഫസ്റ്റ് ഓണർ ആട്ടോ കിടക്കുന്നത്. ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങൾ ആണ് ഓപ്ഷൻ വരുന്നത്. ഡീസൽ ആണ്. 90,000 കിലോമീറ്റർ പോയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ഈ പറഞ്ഞ പോലെ ലോങ്ങിൽ 22-23 ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാം അല്ലെ? ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല, ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടി. ചോദ്യം എങ്ങനെയായിരുന്നു? ചോദ്യം 780. 780 അല്ലെ? നമുക്ക് ലോണ് ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാം? ലോൺ നമ്മൾ ഒരു ഏകദേശം 90% ലോൺ കിട്ടും. 90% ലോൺ ചെയ്യാം. വീണ്ടും നമുക്കൊരു ഡീസൽ സ്വിഫ്റ്റ് അല്ലേ? ഡീസൽ സ്വിഫ്റ്റ് 2018 മോഡലാട്ടോ. 18 മോഡൽ അല്ലേ? ഇത് കിലോമീറ്റർ 86,000 കിലോമീറ്റർ. VDI ആണ്. സെക്കൻഡ് ഓണർ ആണ് വണ്ടി. ഓക്കെ, ടയർ കാര്യങ്ങളെല്ലാം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. നമ്മുടെ ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് 6.5 രൂപ. 6.5 അല്ല? അതായത് നല്ല ലോങ് ഡ്രൈവിൽ 20 മുകളിൽ തന്നെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു കിട്ടുന്ന വണ്ടി. നല്ല വണ്ടി. അതെ, ഡീസൽ ആയതുകൊണ്ട് കുറച്ച് വണ്ടി കുറവാണ്. ഏറ്റവും കൂടുതൽ ഇപ്പൊ പെട്രോൾ വണ്ടിയാണ് ഇത് വരുന്നുള്ളൂ. ഓക്കെ, മൈലേജ് ഡെയിലി യൂസിനൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. നമുക്ക് ഏകദേശം എത്ര വണ്ടി ഇറക്കാം? ഇത് 19 വണ്ടിയിലൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. ചോദ്യം എങ്ങനെയായിരുന്നു പറഞ്ഞാൽ? ഞാൻ പറഞ്ഞ 6.5 അല്ല? അതിൽ താഴെ ചെയ്യാം, എന്തെങ്കിലും ചെയ്യാം. അടുത്ത വീണ്ടും ഒരു സ്വിഫ്റ്റ് അല്ലേ? ഡീസൽ അത് പെട്രോൾ? ഇതും ഡീസലാണ്. VDI ആണ്. 2016 മോഡലാട്ടോ വരുന്നത്. ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ് അല്ലേ? അതെ അതെ. AC പവർ സ്റ്റിയറിംഗ്, ഫോർഡോ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ വണ്ടി. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല? ഇല്ല. സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 130. ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് ചോദിക്കുന്നത് നമ്മൾ 5 കാലമായി താഴെ ചെയ്ത് കൊടുക്കും. ഏകദേശം 19 രൂപ വണ്ടി ഇറക്കാല? അതെ. ഓക്കെ, അടുത്ത നിസാന്റെ സണ്ണി വരുന്നുണ്ട് അല്ലേ? സണ്ണി എങ്ങനെയായിരുന്നു മോഡൽ? 2011 വണ്ടിയാണ്. 2011 120 ഏകദേശം ഓടിയിട്ടുണ്ട് വണ്ടി. ഓക്കെ, എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർ. അത് ചോദിക്കുന്നത് 3 രൂപ. 3 രൂപ. ചെറിയ പൈസ. നല്ല മൈലേജും കാര്യങ്ങളുള്ള വണ്ടിയാണ്. ഉണ്ട് ഇല്ല? LCD സ്ക്രീന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഏകദേശം 19 രൂപ വണ്ടി ഇറക്കാല? തീർച്ചയായും. അടുത്ത ടാറ്റ ടിയാഗോ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2018 കേട്ടോ. ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ ഏകദേശം ഫസ്റ്റ് ഓണർ ആണ്. 80,000 കിലോമീറ്റർ പോയിട്ടുണ്ട്. ഓക്കെ, എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് ചോദിക്കുന്നത് 380. 380. ഏകദേശം എത്ര വണ്ടി ഇറക്കാം? ഇതും നമ്മൾ പറഞ്ഞവർക്ക് ഏകദേശം 60-70 രൂപ ഒക്കെ ഇതൊക്കെ ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ലാതെ സിൽസ്കോ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, XM ആണ് ഓപ്ഷൻ ഫസ്റ്റ് ഓണർ കേട്ടോ. ഓക്കെ, അടുത്ത ബോൾട്ട് അല്ലേ? ബോൾട്ട് ആണ്. 2015 വണ്ടിയാണ്. പെട്രോൾ ആണ്. 40,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ ആകെ. ഓക്കെ, ചോദ്യം ഫസ്റ്റ് ഓണർ ആണ് വരുന്നത്. XM ആണ് ഓപ്ഷൻ വരുന്നത്. സോറി, ഇത് തേർഡ് ഓണർ ആണ്. സോറി, ഇത് തേർഡ് ഓണർ XM ആണ് അത് വരുന്നത്. ഇത് ഏകദേശം നമുക്ക് ഒരു 280 ഒക്കെ ചെയ്യും. നല്ല വണ്ടിയാണ്. കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ വണ്ടി. വീണ്ടും അതേമാതിരി 2018 ആണ്. 60,000 കിലോമീറ്റർ. XM ആണ്. ഫസ്റ്റ് ഓണർ ആണ് വരുന്നത്. ടാറ്റ ടിയാഗോ ഡീസൽ കേട്ടോ. ഡീസലാണ്. ഡീസൽ നല്ല മൈലേജ് നേരത്തെ പറഞ്ഞ പെട്രോൾ ആണ്. അതെ, നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. അതെ അതെ, മൈലേജ് ഉള്ള വണ്ടി. ഓക്കെ, എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇതും അങ്ങനെ തന്നെ ചോദിക്കുന്നത് 380. ഏകദേശം എത്ര വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് 60,000 60-70 ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന വണ്ടികളാണ്. മാക്സിമം നമുക്ക് അതിലും കുറച്ച് കൂടുതൽ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അടുത്തതാണ് നമുക്കൊരു i20 അല്ലേ? i20 ആണ്. 2017 വണ്ടി കേട്ടോ. എയർ ആണ് വരുന്നത്. സെക്കൻഡ് ഓണർ ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. 73,000 കിലോമീറ്റർ പോയിട്ടുണ്ട്. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമ്മൾ ചോദിക്കുന്നത് 5.5 അല്ലേ? എത്ര വണ്ടി ഇറക്കാൻ പറ്റും? അതും ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് MKLായിരുന്നു. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സൈഡ് നമുക്ക് അടുത്തൊരു ദിവസം തന്നെ നമ്മൾ ഇതായിട്ട് വരും. അതിൽ നമുക്ക് വീണ്ടും നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടിനാണ് 7 സീറ്ററുകളും ഇന്നോവകളൊക്കെ നല്ല ഡെയിലി പ്രൈസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല അടിപൊളി വാഹനങ്ങൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മിസ്സാക്കേണ്ട, വെയിറ്റ് ചെയ്തോളി. അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ വെള്ളോമ്പുറത്താണ്. അതായത് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ വെള്ളോമ്പുറത്തു നിന്നും, അതായത് മലപ്പുറത്ത് നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ഇല്ല, അത്രേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ കൊണ്ടോട്ടി എയർപോർട്ട് സൈഡിൽ നിന്ന് നമുക്ക് ആ ഒരു 10 കിലോമീറ്റർ, മഞ്ചേരിയിൽ നിന്ന് വരികയാണെങ്കിലും അതേപോലെ തന്നെ. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് ഫൈസൽ സൈനിങ് ഓഫ്.